ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക് പ്ലേസ് കാണാനാണ്. ഇംഗ്ലണ്ടിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സ്റ്റോൺ ഹെഡ്ജ്. അപ്പോൾ അങ്ങോട്ടാണ് യാത്ര. ലണ്ടനിൽ നിന്ന് ഏകദേശം 2 hours ഡ്രൈവ്. ഈ സ്റ്റോൺ ഹെഡ്ജ് എത്താറാകുമ്പോൾ ഭയങ്കര ഫോഗി ആൻഡ് ചില്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് ഡ്രൈവിങ്ങിനൊന്നും ബാധിച്ചൊന്നുമില്ല. സോ നമ്മൾ ഫസ്റ്റ് ചെന്നത് അവിടുത്തെ ഒരു എൻട്രൻസ് പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾക്ക് ടിക്കറ്റ് ഷോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. നമുക്ക് അവിടെ ചെന്നിട്ടും വാങ്ങാവുന്നതേ ഉള്ളൂ. ഡിഫറൻസ് ഉണ്ട് പ്രൈസിൽ, നമുക്ക് ഓൺലൈനിൽ വാങ്ങുമ്പോഴും അവിടെ ചെന്നിട്ട് വാങ്ങുമ്പോഴും. ഇനി എൻട്രൻസിൽ നിന്ന് നമ്മൾ സ്റ്റോൺ ഹെഡ്ജിൽ പോകണമെങ്കിൽ 2 ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബസ് വഴി പോകാം, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. അറൗണ്ട് 20 minutes ആണ് വാക്കിംഗ് ഡിസ്റ്റൻസ് പറയണത്. ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് കാണിച്ചപ്പോൾ നമുക്കൊരു ബ്ലൂ കളർ റിസ്റ്റ് ബാൻഡ് അവർ തന്നിരുന്നു. അത് നമ്മൾ കയ്യിലിടണം. പിന്നെ ഈ ഒരു എൻട്രൻസിൽ മെയിനായിട്ട് ഒരു എക്സിബിഷൻ ഉണ്ട്, പിന്നെ ഒരു കഫേ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ഹട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഒരു എക്സിബിഷൻ കാണാനാണ്. അപ്പോൾ എക്സിബിഷൻ കാണുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റോൺ ഹെഡ്ജിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇൻഡെപ്തായിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങൾ വായിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇവിടെ കൂടുതലും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റോൺ ഹെഡ്ജ് എങ്ങനെയായിരുന്നു ഇതിനെ പറ്റിയിട്ടാണ്. പിന്നെ ഈ ഒരു പ്ലേസ് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. എങ്ങനെയാണ് ഈ സ്റ്റോൺസ് വന്നതെന്നുള്ളതൊരു വ്യക്തത വന്നിട്ടില്ല. എന്നാലും അവരുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻസൊക്കെ ഭയങ്കര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ടൈം ലൈനും അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ നല്ലൊരു ഇൻഫോർമേഷനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മൾ അവിടെ എല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റോൺ ഹെഡ്ജിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. അതുവരെയ്ക്കും ബായ്.